നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ട് പോയിട്ടാണ് ഈ ബോട്ട് ആൻഡ് സ്ട്രീം അറ്റൻഡ് ചെയ്യാറുള്ളത്. ഒരുപാട് ടൈം ഒക്കെ നമുക്ക് എടുക്കാറുണ്ട്. എന്നാലും വളരെ വേഗത്തിൽ ജസ്റ്റ് ഒരു ഫിഗറിന്റെ സഹായത്തോടെ എങ്ങനെ നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ കാണുക, ഇതുപോലെ ഒരു 6 ലൈൻ നമ്മൾ വരച്ചിടുക, അതിനകത്തേക്ക് ക്വസ്റ്റ്യന് തന്നേക്കുന്ന വാല്യൂസ് പറക്കി എഴുതുക. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അൺനോൺ ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് കൺസെപ്റ്റുകളൊക്കെ എന്നൊക്കെ നമുക്കൊന്ന് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ അപ്സ്ട്രീം എന്നും ഡൗൺ സ്ട്രീം എന്നും നമുക്ക് നോക്കാം. അപ്പോ എന്താണ് അപ്സ്ട്രീം സ്പീഡ്? ഇപ്പോ നമ്മള് ഒരു റിവർ, ഈ കാണിച്ചേക്കുന്ന എന്താണ്, ഒരു റിവർ അല്ലെങ്കിൽ ഒരു സ്ട്രീം അല്ലെങ്കിൽ ചാനൽ എന്ന് നമുക്ക് പറയാം. അന്നേരം ഒരു റിവർ, സ്ട്രീം, ചാനൽ, അത് സഞ്ചരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് ഈ ഡയറക്ഷനാണ്. ഇനി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ബോട്ട് സഞ്ചരിക്കുന്ന ദിശ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എങ്കിൽ നമ്മൾ പറയും എന്താണ്, ഒഴുക്കിനെതിരെ പോകുകയല്ലേ. ഒഴുക്ക് ഇങ്ങോട്ടാണ്, ആ മനുഷ്യൻ സഞ്ചരിക്കുന്നത് ഇങ്ങോട്ടാണ്. എങ്കിൽ അവിടെ സ്പീഡ്, അവിടെ നമ്മൾ പറയുന്ന സ്പീഡ് എന്ന് പറഞ്ഞാല് അപ്സ്ട്രീം സ്പീഡ് എന്നാണ്. അതായത് ഒഴുക്കിന് എതിരെ സഞ്ചരിക്കുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒഴുക്കിനെതിരെ സഞ്ചരിക്കാൻ. അന്നേരം സ്പീഡ് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, കുറവായിരിക്കും. അന്നേരം ഇവിടുത്തെ സ്പീഡും, അതായത് റിവറിന്റെ സ്പീഡിൽ നിന്നും മനുഷ്യന്റെ സ്പീഡ് എന്ത് ചെയ്യും, അവിടെ മൈനസ് ചെയ്യും നമ്മൾ. അതിന്റെ സ്പീഡ് ഓഫ് ദ റിവറിൽ നിന്ന് മാനിന്റെയോ ബോട്ടിന്റെയോ സ്പീഡ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അപ്സ്ട്രീമിന്റെ സ്പീഡ് കിട്ടുന്നത്. ഇനി എന്താണ് ഡൗൺ സ്ട്രീം? ഇപ്പോ റിവർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ആരോ കാണിച്ചേക്കുന്നതാണ് റിവർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. ഇനി മാൻ അല്ലെങ്കിൽ ബോട്ട് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ എന്താണ്, അതേ ഡയറക്ഷൻ തന്നെയാണെങ്കിൽ നമുക്ക് ഈ നെറ്റ് സ്പീഡ് എന്ന് പറയുന്നത്, ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ രണ്ട് സ്പീഡും കൂടെ ആഡപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. അന്നേരം ഇവിടെ എന്ത് ചെയ്യും, ഡൗൺ സ്ട്രീം ആഡപ്പ് ചെയ്ത് വരും. ഇവിടെ എന്തായിരിക്കും, സ്പീഡ് കുറഞ്ഞു വരും. അതായത് റിവറിന്റെ സ്പീഡിൽ നിന്നും മനുഷ്യന്റെ സ്പീഡ് എന്ത് ചെയ്യും, കുറയും. അന്നേരം എപ്പോഴും ഡൗൺ സ്ട്രീമിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ആയിരിക്കും, അപ്സ്ട്രീമിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലെസർ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിരിക്കണം, എങ്കിലേ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ബാക്കി ചെയ്യാൻ പറ്റും. ഈ രണ്ടാമതും മൂന്നാമതും ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമുക്ക് അപ്സ്ട്രീമിന്റെ സ്പീഡ് എന്താണെന്നറിയാം, ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് എന്താണെന്നറിയാം. ഇക്വേഷൻ ഒന്നും ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. അടുത്ത് പറയാൻ പോകുന്നത് സ്പീഡ് ഓഫ് ദ ബോട്ട് ഓർ മാൻ ഇൻ സ്റ്റിൽ വാട്ടർ. അങ്ങനെ ഒരു ടേം നിങ്ങൾ ഓർത്തിരിക്കാൻ. ഞാൻ ആ ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ആവും. അതായത് ഒരു മനുഷ്യന്റെയോ ഒരു ബോട്ടിന്റെയോ എന്താണ് സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്. നേരത്തെ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇത് സ്റ്റിൽ വാട്ടറിൽ എന്തായിരിക്കും സ്പീഡ് എന്നുള്ളതാണ്. അടുത്തത് സ്പീഡ് ഓഫ് ദ കറണ്ട് ഓർ റിവർ ഓർ സ്ട്രീം. ഇനി ആ റിവർ അല്ലെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ ചാനൽ എന്നൊക്കെ നമ്മൾ പറയും, അതിനൊരു സ്പീഡ് കാണും. അതിന് ഈ ഒരു രണ്ട് ടേമും കൂടെ അതിന്റെ കൂടെ വരും. അത് ഇത്രയും കാര്യമുള്ള അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം. പിന്നെ വരുന്ന സ്പീഡ് ഓഫ് ദ ബോട്ട് ഓർ മാൻ ഇൻ സ്റ്റിൽ വാട്ടർ, സ്പീഡ് ഓഫ് ദ കറണ്ട്, റിവർ ഓർ സ്ട്രീം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഫിഗർ വരയ്ക്കുക ഉള്ളതാണ്. അല്ലെ, ആദ്യം നമ്മൾ ഏറ്റവും മേളിൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് താഴെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. താഴെയും മേളത്തെ പോലെ തന്നെ ഒരു വര ഇങ്ങനെ വരയ്ക്കുക. ഇനി നടുക്ക് നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഇപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. മേളിലൊരു വര, താഴെ ഒരു വര, നടുക്കൊരു വര. ഇനി നമുക്ക് ഇതിന്റെ രണ്ടിനെയും മിഡിലായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഓരോ വര. ഇത്രയായപ്പോ നമ്മളെ ഫിഗർ തീർന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതില് അപ്സ്ട്രീമിലെ സ്പീഡ് നമ്മൾ ഏറ്റവും മേളിൽ എഴുതും, അപ്സ്ട്രീമിലെ സ്പീഡ്. ഇനി ഡൗൺ സ്ട്രീമിലെ സ്പീഡ് നമ്മൾ ഏറ്റവും താഴെ എഴുതും. ഈ ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എന്ന് പറഞ്ഞാല് എന്താണ്, എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. അപ്സ്ട്രീമിനെക്കാളും ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. ഇനി സ്പീഡ് ഓഫ് ദ മാൻ ഓർ ബോട്ട്, നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യമാണ്, സ്പീഡ് ഓഫ് ദ മാൻ ഓർ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അന്നേരം ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്, അപ്സ്ട്രീമിലെ സ്പീഡും ഡൗൺ സ്ട്രീമിലെ സ്പീഡും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആവറേജ് എടുക്കുമ്പോഴാണ് സ്പീഡ് ഓഫ് ദ മാൻ ഓർ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അപ്സ്ട്രീമിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 6ഉം ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 8ഉം ആണെന്ന് വിചാരിച്ചു. ഡൗൺ സ്ട്രീമിലെ സ്പീഡ് കൂടുതലാണല്ലോ, 8ഉം അപ്സ്ട്രീമിലെ സ്പീഡ് 6ഉം ആണ്. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ ആവറേജ് 6 + 8 14/2 എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും.
രണ്ടിന്റെയും മിഡിൽ ആയിട്ടൊരു വാല്യൂ ആയിരിക്കുമല്ലോ. അന്നേരം എപ്പോഴും ഡൗൺ സ്ട്രീമിന്റെയും അപ്സ്ട്രീമിന്റെയും ആവറേജ് ആയിരിക്കും സ്പീഡ് ഓഫ് ദ മാൻ ഓർ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആവറേജ് കിട്ടി. ഇനി എന്തായിരിക്കും അപ്സ്ട്രീമിലെ ചാനലിന്റെ സ്പീഡിന് എന്തായിരിക്കും? അതായത് റിവറിന് ഒരു സ്പീഡ് ഉണ്ടല്ലോ, റിവർ അല്ലെങ്കിൽ സ്ട്രീമിന് ഒരു സ്പീഡ് ഉണ്ട്, അതിനെയാണ് സ്പീഡ് ഓഫ് ദ ചാനൽ എന്ന് നമ്മൾ പറയുന്നത്. അന്നേരം റിവറിന്റെ സ്പീഡ് കണ്ടെത്തണമെങ്കിൽ ഈ സ്പീഡ് ഓഫ് ദ ബോട്ട് ഓർ മാൻ ഇൻ സ്റ്റിൽ വാട്ടറിൽ നിന്നും ഈ നമ്മുടെ റിവറിന്റെ സ്പീഡ് കുറയ്ക്കുമ്പോഴാണ് അപ്സ്ട്രീമിന്റെ സ്പീഡ് കിട്ടുന്നത്. അപ്സ്ട്രീം എപ്പോഴും കുറഞ്ഞൊരു വാല്യൂ അല്ലേ. അന്നേരം മാൻ ഓർ ബോട്ട് സ്റ്റിൽ വാട്ടറിലെ മാൻ ഓർ ബോട്ടിന്റെ സ്പീഡിൽ നിന്നും റിവറിന്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോഴാണ് 6 കിട്ടുന്നത്. അന്നേരം മൈനസ് ചെയ്യുമ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും? ഇവിടെ 1 ആയിരിക്കുമല്ലോ. 7 - 1 ആയിരിക്കുമല്ലോ 6 എന്ന് പറയുന്നത്. ഇനി ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് കിട്ടണമെങ്കിൽ ഇവിടുത്തെ സ്റ്റിൽ വാട്ടറിലെ സ്പീഡിന്റെ കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഡൗൺ സ്ട്രീമിലെ സ്പീഡ് കിട്ടുന്നത്. അതായത് 7 പ്ലസ് ഒരു വാല്യൂ ആയിരിക്കും 8 എന്ന് പറയുന്നത്. അതായത് ഇവിടെ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇനി സ്പീഡ് ഓഫ് ദ ചാനൽ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1 ആയിരിക്കും. അതായത് ഇത്രയും കാര്യമേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനകത്തേക്ക് പോവാം. ദ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 2 km/h. If its speed at upstream be 1 km/h, then speed of the stream is. നമുക്ക് സ്ട്രീമിന്റെ സ്പീഡാണ് അപ്പോൾ കണ്ടെത്തേണ്ടത്. അപ്പോ എന്തൊക്കെയാണ് ഗിവൺ എന്ന് നമ്മൾ ആദ്യം എഴുതുക. അപ്പൊ നമുക്ക് ആദ്യം തന്നേക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ് അത് നമുക്ക് എടുത്തെഴുതാം. ഇപ്പൊ ഇവിടെ തന്നേക്കുന്നതെന്ന് പറഞ്ഞാല് സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചിട്ട് അതിന്റെ നടുക്കാണ് എഴുതുന്നത്. അപ്പൊ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 2 km/h ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ തന്നേക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് അപ്സ്ട്രീമിലെ സ്പീഡാണ്. അപ്സ്ട്രീമിലെ സ്പീഡ് 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അപ്സ്ട്രീമിലെ സ്പീഡ് നമ്മൾ മേളിൽ എഴുതി 1 എന്ന് എഴുതി, നടുക്ക് നമ്മൾ എന്തെഴുതി? സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എഴുതി. നമ്മൾ ഇത്രയും കാര്യം മാത്രം നോക്കിയാൽ മതി. ഇതെന്ന് പറഞ്ഞാല് ചാനൽ അല്ലെങ്കിൽ സ്ട്രീമിന്റെ സ്പീഡാണ് നടുക്ക് കൊടുത്തേക്കുന്ന ഈ വര കാണിക്കുന്നത്. ഈ വര കാണിക്കുന്നത് എന്താണ്? ചാനലിന്റെ സ്പീഡ് തന്നെയാണ്. ചാനൽ അല്ലെങ്കിൽ സ്ട്രീമിന്റെ സ്പീഡാണ് ഈ ലൈനും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈ ലൈനിൽ ഈ വാല്യൂവിൽ നിന്നും ഇവിടെ വരുന്ന വാല്യൂ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ എന്ത് ചെയ്യുന്നത്? ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോ 2 - x 1 ആണ്. അതായത് 2 - 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണല്ലോ 1 കിട്ടുന്നത്. 1 എഴുതി. അതിന് ഇത്രയേ ഉള്ളൂ. കാര്യം സിമ്പിൾ ആണ്. അത് ഇവിടെ എന്ത് വാല്യൂ ആയിരിക്കും? ആ വാല്യൂ ആയിരിക്കും താഴത്തെ ഈ ഒരു ലൈനും റെപ്രസെന്റ് ചെയ്യുന്നത്. അന്നേരം ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും എന്താണ്? 1 ആണ്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സ്പീഡ് കിട്ടുന്നത്? ഡൗൺ സ്ട്രീമിലെ സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എന്തായിരിക്കും? 3 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം അപ്സ്ട്രീമിലെ സ്പീഡും ഡൗൺ സ്ട്രീമിലെ സ്പീഡും കൂടെ സമ്മ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് എടുക്കണം. 1 + 3 4/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നടുക്കത്തെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആണ് നമ്മളെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്നാണ്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ ചാനൽ. അന്നേരം എന്താണ്? അത് 1 km/h ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ക്യാൻ റോ അപ്സ്ട്രീംസ് അറ്റ് 6 km/h ആൻഡ് ഡൗൺ സ്ട്രീം അറ്റ് 11 km/h. ഫൈൻഡ് മാൻസ് റേറ്റ് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് ദ റേറ്റ് ഓഫ് ദ കറണ്ട്. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. രണ്ട് കാര്യങ്ങൾ അവര് പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവര് പറഞ്ഞു വെച്ചേക്കുന്ന ഗിവൺ ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്സ്ട്രീമിന്റെ സ്പീഡ്. അപ്സ്ട്രീമില് ബോട്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 6 km/h ആണ്. 6 km/h ആണ്. ഇനി ഡൗൺ സ്ട്രീമിൽ എപ്പോഴും അപ്സ്ട്രീമിനെക്കാൾ സ്പീഡ് കൂടുതൽ എന്തായിരിക്കും? ഡൗൺ സ്ട്രീമിലായിരിക്കും. അപ്പൊ ഡൗൺ സ്ട്രീമില് 11 km/h ആണ്. ഇനി മാന്റെ സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, അല്ലെങ്കിൽ മാൻസ് സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? ഈ അപ്സ്ട്രീമിന്റെയും ഡൗൺ സ്ട്രീമിന്റെയും സ്പീഡ് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2. അല്ലെങ്കിൽ അതിന്റെ എന്ത് ചെയ്യുക? ആവറേജ് എടുത്തിട്ട് നമ്മൾ നടുക്ക് എഴുതുക. അത്രേ ഉള്ളൂ. അങ്ങനെ അപ്സ്ട്രീമിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അതിന്റെ ആവറേജ് എടുക്കുക, നടുക്ക് എഴുതുക. അന്നേരം 6 + 11/2.
അന്നേരം 17/2 എന്ന് കിട്ടും. 8.5 എന്നൊരു വാല്യൂ കിട്ടും. 8.5 നമ്മൾ നടുക്ക് എഴുതി. ഇനി ഈ 8.5 എന്ന് പറയുന്ന ഈ വാല്യൂ ഇതും ചാനലിന്റെ സ്പീഡാണ് ഈ തന്നേക്കുന്ന ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ചാനൽ അല്ലെങ്കിൽ സ്ട്രീം അല്ലെങ്കിൽ റിവർ ഇതിന്റെ ഒക്കെ സ്പീഡാണ് ഈ നടുക്ക് തന്നേക്കുന്ന ഈ രണ്ട് ലൈന് റെപ്രസെന്റ് ചെയ്യുന്നത്. അന്നേരം ഈ രണ്ട് വാല്യൂസും എപ്പോഴും സെയിം ആണ്. അന്നേരം 8.5ന്റെ കൂടെ നടുക്കത്തെ റിവറിന്റെ സ്പീഡ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് അപ്സ്ട്രീമിന്റെ സ്പീഡ് കിട്ടുന്നത്. അങ്ങനെ 8.5ന്റെ കൂടെ ചാനലിന്റെ സ്പീഡ് അല്ലെങ്കിൽ റിവറിന്റെ സ്പീഡ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. 8.5 മൈനസ് എക്സ് ആയിരിക്കും 6 എന്ന് പറയുന്നത്. അന്നേരം 8.5ൽ നിന്നും 2.5 കുറയ്ക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് 6 കിട്ടുന്നത്. അന്നേരം 2.5 എന്ന് ഇവിടെ നമ്മൾ എഴുതുന്നു. അന്നേരം സ്പീഡ് ഓഫ് ദ ചാനൽ അല്ലെങ്കിൽ റിവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2.5 ആയിരിക്കും. 2.5 km/h. സ്പീഡ് ഓഫ് ദ മാൻ ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 8.5. അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാലും 8.5 ആണ്. ഇനി ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് എപ്പോഴും ആഡപ്പ് ചെയ്താണ് വരുന്നത്. ഇവിടെ 2.5 ആണെങ്കിൽ താഴത്തെ ലൈനും എന്തായിരിക്കും? 2.5 തന്നെ ആയിരിക്കും. അന്നേരം 8.5 പ്ലസ് 2.5 എന്തായിരിക്കും? 11 തന്നെ ആയിരിക്കും. അന്നേരം നമുക്ക് കണ്ടെത്തേണ്ട എന്തൊക്കെയായിരുന്നു? ചാനലിന്റെ സ്പീഡ് അല്ലെങ്കിൽ റിവറിന്റെ സ്പീഡ് 2.5 നമുക്ക് കിട്ടി. അതാണ് ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. പിന്നീട് എന്താണ്? മാനിന്റെ സ്പീഡ്. സ്പീഡ് ഓഫ് ദ മാൻ ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 8.5 ആണ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് പോവാം. എ മാൻ ക്യാൻ റോ 9 km/h ഇൻ സ്റ്റിൽ വാട്ടർ. ഇറ്റ് ടേക്സ് ഹിം ട്വൈസ് ആസ് ലോങ് ടു റോ അപ്പ് ആസ് ടു റോ ഡൗൺ ദ റിവർ. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ദ സ്ട്രീം. അങ്ങനെ ഇവിടെ തന്നേക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതുക. സ്പീഡ് ഓഫ് ദ മാൻ ഇൻ സ്റ്റിൽ വാട്ടർ. അന്നേരം സ്പീഡ് ഓഫ് ദ മാൻ ഇൻ സ്റ്റിൽ വാട്ടർ ഗിവൺ ആണ്. അത് 9 km/h ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്സ്ട്രീമിന്റെ സ്പീഡ് നമുക്ക് ഇവിടെ എക്സ് എന്നും ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് 2x എന്നും എടുക്കാം. കാരണം ട്വൈസ് ദ ടൈം ടേക്കൺ ടു ട്രാവൽ ഇൻ ഡൗൺ സ്ട്രീം ഈക്വൽ ടു അപ്സ്ട്രീം. ഡൗൺ സ്ട്രീമിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ പകുതിയാണ് അപ്സ്ട്രീമിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം സ്പീഡ് നമുക്ക് എങ്ങനെ എഴുതാം? 2x എന്നും എക്സ് എന്നും നമുക്ക് എഴുതാം സ്പീഡ്. അന്നേരം ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് എപ്പോഴും കൂടുതലായിരിക്കും. അതായത് ഒഴുക്കിന് അനുകൂലമായിട്ട് ബോട്ടിന് പോകാൻ എന്തായിരിക്കും? സ്പീഡ് കൂടുതലായിരിക്കും. അന്നേരം 2x എന്ന് എടുക്കാം. അതിന്റെ സ്പീഡ് 2x എന്ന് എടുക്കാം. അപ്സ്ട്രീമിലെ സ്പീഡ് നമുക്ക് x എന്ന് എടുക്കാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? x പ്ലസ് 2x ആയിരിക്കുമല്ലോ. x പ്ലസ് 2x/2 ആയിരിക്കും 9 എന്ന് പറയുന്നത്. അതിന് x പ്ലസ് 2x/2 ആണ് 9. അന്നേരം അതിൽ നിന്നും 3x/2 ആയിരിക്കും 9. 3x എന്ന് പറയുന്നത് 18 ആണ്. അന്നേരം x എന്ന് പറയുന്നത് 18/3 6 ആണ്. അന്നേരം എക്സിന്റെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടി. അന്നേരം അപ്സ്ട്രീമിന്റെ സ്പീഡ് നമുക്ക് 6 എന്ന് എഴുതാം. എക്സിന് പകരം എന്ത് എഴുതാം? 6 എന്ന് എഴുതാം. 2x എന്തെഴുതാം? 12 എന്ന് എഴുതാം. അന്നേരം ഇവിടെ അപ്സ്ട്രീമിലെ സ്പീഡ് 6 km/h എന്ന് കിട്ടി. ഡൗൺ സ്ട്രീമിലെ സ്പീഡ് 12 km/h എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡ് ഓഫ് ദ ചാനൽ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും ഒരേ വാല്യൂ തന്നെയാണ്. അപ്പോ 9ൽ നിന്നൊരു വാല്യൂ മൈനസ് ചെയ്യുമ്പോഴാണല്ലോ 6 കിട്ടുന്നത്. ആ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. 9ൽ നിന്നൊരു വാല്യൂ ആഡ് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ 12 കിട്ടുന്നത്. അത് എന്ത് വാല്യൂ ആയിരിക്കും? 3 ആയിരിക്കും. അന്നേരം സ്പീഡ് ഓഫ് ദ കറണ്ട് എന്ന് പറയുന്നത് 3 ആണ്. സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് 9 ആണ്. ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ ഈ പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ചിന്തിച്ച് എന്ത് ചെയ്യും? ഒരുപാട് കോംപ്ലക്സ് ആണ്. അതിനെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ മാജിക് ബുക്ക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ